എല്ലാവർക്കും നമസ്കാരം. 2026 വിഷു ഫലങ്ങൾ ആയില്യം നാളുകാർക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന സമയം തന്നെയാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നടക്കണമെന്നില്ല. പല കാര്യങ്ങളിലും പല ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകാം. അത് ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ വേണം മുമ്പോട്ട് പോകാൻ. നല്ലതുപോലെ ചിന്തിച്ച് ഓരോന്നും ചെയ്യണമെന്ന് ചുരുക്കം. കുട്ടികൾ പഠനകാര്യങ്ങളിൽ കുറെ കൂടെ ജാഗ്രത കാണിക്കും. എല്ലാം അങ്ങ് നടന്നോളും എന്ന് വിചാരിച്ചൊരു സാമട്ടിൽ പഠിച്ച് നിൽക്കരുത്. അതൊക്കെ പരാജയങ്ങൾക്ക് കാരണമാകാം. നിങ്ങളുടെ ഉപരിപഠനത്തിൻ്റെ ഗുണവും ഇപ്പോഴുള്ള പഠനത്തെ ആശ്രയിച്ചിരിക്കുമെന്ന് ഓർക്കുക. നിങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അത് കുറച്ച് താമസമൊക്കെ ഉണ്ടാകും. പക്ഷേ ശ്രമം നിർത്തരുത്. തുടർച്ചയായി പരിശ്രമിക്കുക. വിദേശ തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അതും നേടിയെടുക്കാൻ പറ്റും. ഒരല്പം കാലതാമസം വരാം. തുടർന്ന് ശ്രമിക്കുക. അതോടൊപ്പം അങ്ങനെയുള്ള ശ്രമങ്ങളിൽ ഏതെങ്കിലും പാഴ്ചെലവുകളോ പോരായ്മകളോ കുറവുകളോ ഉണ്ടാകാതെ നോക്കുകയും വേണം. കച്ചവടങ്ങളൊക്കെ നടത്തുന്നവർ വളരെ സൂക്ഷിച്ചൊക്കെ ചെയ്യണം. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എല്ലാം ഭംഗിയായിട്ട് നടക്കാവുന്ന ഒരു സമയമല്ല. സാമ്പത്തിക നഷ്ടങ്ങൾ ഒഴിവാക്കണം. കച്ചവടത്തിൽ ശ്രദ്ധ കുറയരുത്. കസ്റ്റമർമാരുമായി നല്ല ബന്ധം നിലനിർത്തണം. നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വിപുലീകരിക്കാനുള്ള വഴികൾ ആലോചിക്കണം. നന്നായി ആലോചിച്ച് പഠിച്ച് മനസ്സിലാക്കി തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. കുടുംബത്തിലും നല്ലതുപോലെ കാര്യങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോകണം. എല്ലാവരോടും ശാന്തതയിലും നല്ല രീതിയിലും ഇടപെട്ടും മുമ്പോട്ട് പോകണം. സംഭാഷണത്തിൽ വേണ്ടത്ര ആത്മനിയന്ത്രണമൊക്കെ ശീലിക്കണം. ഒട്ടും പ്രതീക്ഷിക്കാത്ത പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. നല്ലതുപോലെ ശ്രദ്ധാപൂർവം തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. സമഗ്രമായ രാശിചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കണ്ട് മുമ്പോട്ട് പോകുന്നത് വളരെ ഗുണം ചെയ്യും.